എല്ലാവർക്കും നമസ്തേ. ശബരിമല തീർത്ഥാടനം തുടങ്ങി 3-ാം ദിവസമാണ് ഇന്ന്. അവിടെ ഭക്തർ വളരെയേറെ കഷ്ടപ്പെടുകയാണ്. കുഞ്ഞു കുട്ടികളടക്കം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും ദർശനം നടത്താൻ കഴിയാതെ വളരെയേറെ സങ്കടകരമായ അവസ്ഥയാണ് ശബരിമലയിലുള്ളത്. ദർശനം നടത്താൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, അവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മണിക്കൂറുകളോളം, 1-2 മണിക്കൂറല്ല, 8, 10, 12 മണിക്കൂർ ക്യൂവിൽ നിന്ന് അനങ്ങാൻ പറ്റാത്തതുപോലുള്ള ഒരു വളരെയേറെ ദയനീയമായ സാഹചര്യമാണ് ശബരിമലയിൽ ഇപ്പോൾ നിലവിലുള്ളത്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇതിനു മുമ്പ്, ഈ ഇടത് സർക്കാർ വരുന്നതിന് മുമ്പും ശബരിമല ദർശനമുണ്ടായിരുന്നു, തിരക്കുണ്ടായിരുന്നു. അവർ ഇത് ബോധപൂർവം, സത്യത്തിൽ ആ വെർച്വൽ ക്യൂ എന്ന് പറയുന്ന സംവിധാനം വന്നതിന് ശേഷമാണ് മൊത്തം താറുമാറായത്. ഇതിനു മുമ്പ് വെർച്വൽ ക്യൂവോ ബുക്കിങ്ങോ ഒന്നുമില്ലാതിരുന്ന കാലത്തും ഭക്തർ ഒരു ദിവസം 1,00,000-ഉം അതിൽ കൂടുതലും ആൾക്കാർ ദർശനം നടത്തിക്കൊണ്ടിരുന്ന സമയത്തും ഇതേപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, വെർച്വൽ ക്യൂ എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്നിട്ട് ഇത് ശബരിമലയിലെ ഭക്തരുടെ വരവിനെ നിയന്ത്രിക്കുക. അങ്ങനെ ഭക്തരുടെ വരവിനെ നിയന്ത്രിച്ചുകൊണ്ട് ശബരിമലയെ തന്നെ, അതിൻ്റെ പ്രാധാന്യം തന്നെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് നമ്മുടെ ഈ ഇടത് സർക്കാർ ഈ വെർച്വൽ ക്യൂ സമ്പ്രദായത്തിലൂടെ അവർ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം നമ്മളുടെ മുന്നിൽ ഇപ്പോൾ തെളിഞ്ഞു വരികയാണ്. അതാണിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് വെർച്വൽ ക്യൂ ബുക്ക് ചെയ്ത് ശബരിമലയിൽ ദർശനത്തിന് വരുമ്പോൾ അവിടെ ദർശനം നടത്താൻ കഴിയാത്ത സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെയേറെ ഖേദകരമാണ്. നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. എന്തുകൊണ്ട് ഇവർ ഈ വെർച്വൽ ക്യൂവിന് ബുക്ക് ചെയ്തിട്ടുള്ളവർക്ക് പോലും സുഗമമായി ദർശനം നടത്താനുള്ള സംവിധാനം ഒരുക്കി കൊടുക്കുന്നില്ല? എന്തുകൊണ്ട് അവിടെ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ച് അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നില്ല? ഇന്ന് രാവിലത്തെ വാർത്തയിൽ കാണുന്നു, കൊച്ചു കുഞ്ഞുങ്ങളെ പോലും 18-ാം പടി ചവിട്ടാൻ പോലീസുകാർ സഹായിക്കുന്നില്ല എന്നുള്ള ദുഃഖകരമായ കാര്യമാണ് ഇന്ന് രാവിലെ വാർത്താ ചാനലുകളിൽ കൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതെല്ലാ വാർത്താ ചാനലുകളും അത് ചെയ്യാറില്ല. ജനം TV കൃത്യമായി, അവർ നേരത്തെ ശബരിമല ആചാരം ഇല്ലാതാക്കി ശബരിമലയെ നശിപ്പിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചപ്പോഴും പിണറായി വിജയനും സംഘവും ശ്രമിച്ചപ്പോഴും അവരായിരുന്നു ഈ കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. അവർ ഇന്ന് അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. രാവിലെ കുഞ്ഞുങ്ങളെ പോലും സുഗമമായി 18-ാം പടി ചവിട്ടാൻ പോലീസുകാർ സഹായിക്കുന്നില്ല എന്നുള്ള വളരെയേറെ ദുഃഖകരമായ സാഹചര്യമാണ് ശബരിമലയിൽ ഇന്നുള്ളത്. ഇത് ഭക്തരാണ് ഇതേക്കുറിച്ച് ചിന്തിക്കേണ്ടത്. നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം ഈ സർക്കാരിന് വിട്ടുകൊടുത്ത്, സർക്കാർ എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ സാഹചര്യം അനുസരിച്ച് മാറി മാറി സർക്കാർ വരും. ഇപ്പോൾ തുടർച്ചയായിട്ട് 9 വർഷം കഴിഞ്ഞു ഇടതുപക്ഷ സർക്കാർ പിണറായിയുടെ നേതൃത്വത്തിൽ CPM ഭരണം തുടങ്ങിയിട്ട്. അന്ന് തൊട്ട് ഈ പിണറായി വിജയൻ എന്ന് മുഖ്യമന്ത്രിയായോ അന്നു മുതൽ ശബരിമലയിൽ പ്രശ്നങ്ങൾ ഓരോ ദിനം കഴിയും തോറും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ശബരിമലയെ എങ്ങനെയും ഇല്ലാതാക്കുക, നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ഓരോ കാര്യങ്ങളും അവിടെ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ വിശ്വാസി സമൂഹം ശക്തമായി പ്രതികരിക്കാത്തതാണ് ഏറെ ഖേദകരം. നമ്മൾക്ക് വലുത് നമ്മുടെ വിശ്വാസം ആണെന്നുള്ള ഒരു ചിന്ത ഹിന്ദുക്കൾക്കില്ല. അതേസമയം മറ്റ് മതവിഭാഗങ്ങളാണെങ്കിൽ അവർക്ക് ആ ഒരു ചിന്തയുണ്ട്. അവർക്ക് വലുത് അവരുടെ രാഷ്ട്രീയത്തിലുപരി അവരുടെ വിശ്വാസ സംരക്ഷണമാണ് എന്നുള്ള ചിന്ത മറ്റ് വിഭാഗങ്ങൾക്കുണ്ടെങ്കിലും ഹിന്ദുവിന് അതില്ലാത്തതാണ് ഇതിനെല്ലാം കാരണം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് ഹിന്ദു പ്രതികരിക്കുന്നില്ല? ഹിന്ദുവിനെ ഇതേപോലെ രാഷ്ട്രീയമായി പല തട്ടിലാക്കി വെച്ചുകൊണ്ടാണ്
ഈ കമ്മ്യൂണിസ്റ്റുകളും കോൺഗ്രസും അതിലൊട്ടും ഭിന്നമല്ല. അവർ വിശ്വാസത്തിനെതിരല്ലെങ്കിലും വിശ്വാസികൾക്ക് വേണ്ട രീതിയിലുള്ള ആ ഒരു സംവിധാനം ഒരുക്കുന്നതിൽ അവരും പിന്നോട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇത്രമാത്രം ദ്രോഹിക്കുന്നില്ല എന്ന് മാത്രം. അവർ ക്ഷേത്രങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരല്ല എന്നുള്ളത് നമ്മൾ അംഗീകരിച്ചേ കഴിയൂ. ഏതൊരു വിശ്വാസത്തിനെയും അവർ അംഗീകരിക്കുന്നു. എന്നാൽ ഹിന്ദു വിശ്വാസത്തിനുപരിയായി മറ്റ് ചില മതവിശ്വാസികൾക്ക് അവർ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതും നമ്മൾ മറന്നുകൂടാ. ഈ എല്ലാ വിശ്വാസങ്ങളെയും ഒരേപോലെ അവർ പരിഗണിക്കാതെ ഹിന്ദു വിശ്വാസത്തിന് മുകളിൽ മറ്റുള്ള വിശ്വാസികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള പിഴവ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് CPM ഇടതുപക്ഷവും ചെയ്യുന്നത് അങ്ങനെയല്ല. മറ്റുള്ള വിശ്വാസികൾക്ക് എല്ലാ രീതിയിലുള്ള പരിഗണനയും സംരക്ഷണവും നൽകുമ്പോൾ ഹിന്ദു മതവിശ്വാസത്തിനും ഹിന്ദു ക്ഷേത്രങ്ങൾക്കും എതിരായിട്ടുള്ള നിലപാടാണ് CPM-ഉം ഇടതുപക്ഷവും സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിലും ഈ അതിനെ എതിർക്കുന്ന കക്ഷികളുണ്ടെങ്കിലും CPM ഇത് തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിനെ കണ്ണടച്ച് അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യുന്ന നിലപാടാണ് ഈ ഇടതുപക്ഷത്തിലുള്ള മറ്റ് ചില കക്ഷികൾ ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം ഇവർ CPM-ഉമായിട്ട് ഒട്ടും വിഭിന്നമല്ല എന്ന് തന്നെ നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇവരെന്തുകൊണ്ട് ഈ ശക്തമായി വിശ്വാസികൾക്കൊപ്പം നിൽക്കുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് CPM-ൻ്റെ അതേ രീതിയിൽ നമ്മുടെ ഹിന്ദുമത വിശ്വാസത്തിനെ നശിപ്പിക്കാനും തകർക്കാനും നമ്മുടെ ക്ഷേത്രങ്ങളെ ഇല്ലായ്മ ചെയ്യാനുമുള്ള പ്രവർത്തനത്തിൽ തന്നെയാണ് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. അവരിൽ നിന്ന് ശബരിമലയിൽ ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക. എന്ന് ഈ ക്ഷേത്രങ്ങൾ ഈ സർക്കാരിൽ നിന്ന് മോചിക്കപ്പെടുന്നുവോ അന്ന് മാത്രമായിരിക്കും നമ്മളുടെ ക്ഷേത്രങ്ങളുടെയും നമ്മുടെ വിശ്വാസങ്ങളുടെയും സംരക്ഷണം ത്തിന് തുടക്കം കുറിക്കുക എന്നുള്ള കാര്യം ഹിന്ദുക്കൾ മനസ്സിലാക്കുക. ഈ കമ്മ്യൂണിസ്റ്റ് കള്ളന്മാർക്ക് എന്തധികാരം നമ്മുടെ ക്ഷേത്രം ഭരിക്കാൻ? അവർ കണ്ടില്ലേ, അവർ ക്ഷേത്രഭരണത്തിൽ എടുത്ത് ചാടുന്നത് എന്തിനാണെന്ന്? നേതാക്കന്മാരിൽ അവിടുത്തെ സ്വത്ത് മോഷ്ടിച്ചുകൊണ്ട് പോവുക, അതിന് ചിലരെ നിയോഗിക്കുക, പ്രസിഡൻ്റായിട്ടൊക്കെ നിയോഗിക്കുക, അവരുടെ നേതൃത്വത്തിലെല്ലാം അടിച്ചുകൊണ്ട് പോവുക, അങ്ങനെ ധനം സമ്പാദിക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും ഇവരുടെ കയ്യിൽ. ഈ ആചാരങ്ങളെ തകർക്കുക, ക്ഷേത്രങ്ങളെ തകർക്കുക എന്നതിനൊപ്പം തന്നെ ക്ഷേത്ര സ്വത്തുക്കൾ കൊള്ളയടിച്ചു കൊണ്ടുപോവുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഈ കമ്മ്യൂണിസ്റ്റ് CPM നേതൃത്വത്തിനുള്ളത് കൊണ്ട് മാത്രമാണ് ക്ഷേത്രങ്ങളെ എതിർക്കുന്ന ഇവർ ഈ ക്ഷേത്രങ്ങൾ ഭരിക്കാൻ മുന്നിട്ടിറങ്ങുന്നതിൻ്റെ ഉദ്ദേശം തന്നെ. അത് ഹിന്ദുക്കൾ മനസ്സിലാക്കണം. അതിന് കുട പിടിച്ച് നിൽക്കുന്ന കുറേ ഹിന്ദുക്കൾ ആണ്, പേരുകൊണ്ട് ഹിന്ദുക്കളായിട്ടുള്ള കുറേ പേരാണ് എന്നുള്ളതാണ് ഏറെ നമ്മുടെ ഈ ഹിന്ദു സമൂഹത്തിന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും ആപൽക്കരമായ അവസ്ഥ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇവനെയൊക്കെ ക്ഷേത്രങ്ങളിൽ നിന്ന് അടിച്ചിറക്കി വിടാതെ നമ്മുടെ ക്ഷേത്രങ്ങൾ സംരക്ഷിക്കപ്പെടുകയില്ല, നമ്മുടെ ക്ഷേത്ര സ്വത്തുക്കൾ സംരക്ഷിക്കപ്പെടുകയില്ല, നമ്മളുടെ ഇതേപോലുള്ള ക്ഷേത്ര ആചാരങ്ങളും തീർത്ഥാടനങ്ങളും നമ്മൾക്ക് സുഗമമായി കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ള കാര്യം നമ്മൾക്ക് ബോധ്യപ്പെടുത്തുന്നതാണ് ഇപ്പോൾ ശബരിമലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യം പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതും നമ്മൾ ഒരു പാഠമായി തന്നെ നമ്മൾ മനസ്സിലാക്കുക. ശബരിമലയിൽ ഇതുവരെ ഇല്ലാത്ത പിണറായി വിജയൻ്റെ അധികാരത്തിൽ കേരളത്തിൽ എത്തിയതിന് ശേഷം, പിണറായി വിജയൻ കേരളത്തിൽ അധികാരത്തിലെത്തിയതിന് ശേഷം ശബരിമലയിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ, അതായത് മോഷണം തന്നെയല്ല, തീർത്ഥാടകരെ ഈ രീതിയിൽ വലയ്ക്കുന്ന, കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നും 100 കണക്കിന് കിലോമീറ്റർ അപ്പുറത്തും മഹാരാഷ്ട്രയിൽ നിന്ന് ഉൾപ്പെടെ 100 കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്നും എത്തുന്ന തീർത്ഥാടകരെയാണ് ഈ രീതിയിൽ വലച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സ്പോട്ട് ബുക്കിങ് അല്ലെന്നുണ്ടെങ്കിൽ വെർച്വൽ ക്യൂ ഇതൊക്കെ പറഞ്ഞ് ഇതിൻ്റെയൊക്കെ പേരിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി
അവരെയൊക്കെ എത്രയോ പേര് ദർശനം നടത്താതാണ് തിരിച്ചു പോയിരിക്കുന്നത്. എത്രയോ പേര് ശബരിമലയിൽ ദർശനം നടത്താൻ കഴിയാതെ ദിവസങ്ങളോളം ഒരു മണ്ഡലക്കാലം വ്രതം നോക്കി, ഈ മണ്ഡലക്കാലത്ത് അല്ലെങ്കിൽ തന്നെ ഈ വൃശ്ചിക 1 എത്തിയാൽ തന്നെ അവർ അതിനു മുമ്പ് 10-41 ദിവസം കഠിന വ്രതം എടുത്ത് ശബരിമലയിൽ അയ്യനെ ദർശിക്കാൻ വരുന്നവർക്ക് അതിന് സാധിക്കാതെ അവർ കുഞ്ഞു കുട്ടികളുമായി അവർ വളരെയേറെ ദുഃഖത്തോടുകൂടി പന്തളത്തും ഭഗവാന്റെ മൂലസ്ഥാനമായ പന്തളത്ത് വന്ന് അവർ തൊഴുത് അവരുടെ മാല ഊരി തിരിച്ചു പോകേണ്ട അവസ്ഥ എത്രമാത്രം ദുഃഖകരമാണ്. ഇത് മറ്റേതെങ്കിലും മതസമൂഹത്തിൻ്റെ ആരാധനാലയങ്ങളിൽ നടക്കുമോ? നടക്കത്തില്ല. കാരണം അതെല്ലാം ഭരിക്കുന്നത് അവർ തന്നെ, ആ വിശ്വാസികളാണ് ഭരിക്കുന്നത്. ഹിന്ദു ക്ഷേത്രങ്ങളോ ഇതുപോലുള്ള ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് ഈ CPM കള്ളന്മാരും. അപ്പോൾ ഇങ്ങനെ തന്നെ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇതൊക്കെ ഒരു പാഠമായിട്ട് ക്ഷേത്രങ്ങളെ ഈ കള്ളന്മാരിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നീക്കങ്ങളും നടപടികളുമാണ് ഹിന്ദു വിശ്വാസി സമൂഹം അടിയന്തരമായി സ്വീകരിക്കേണ്ടത്. ഈ ചാനൽ നിങ്ങൾക്കിഷ്ടമായെങ്കിലും പുതിയ വീഡിയോകൾ ലഭിക്കുന്നതിനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നു വരുന്ന ബെൽ ബട്ടണുകളിലും അമർത്തുക.